ബൂന്തി ലഡുവാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബൂന്തിയുടെ ബാറ്ററിന് റെഡിയാക്കണം. അതിന് ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് പൊടിച്ചിട്ടുള്ള കടലമാവാണെങ്കിൽ ലഡു വളരെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, നല്ലൊരു വൈബ്രൻറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് നമുക്കിതിനെ ദോശമാവിൻ്റെ ആ അളവിലേക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാനി അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ്നെസ്സിന് 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു നുള്ള് പച്ചക്കർപ്പൂരം ചേർക്കുന്നുണ്ട് നല്ലൊരു മണത്തിന്. ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചൂടുള്ള വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതും കൂടി നല്ല വൈബ്രൻറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പും പിന്നെ ഒരു 125 ml വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പച്ചക്കർപ്പൂരം അലിയാൻ സമയം പിടിക്കും, നമുക്കതിനെ പൊടിച്ചിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു നൂൽപ്പാക്കിൻ്റെ ആ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പിനൊന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ബൂന്തി വറുത്തെടുക്കാം. വീതി കൂടുതലുള്ള ഒരു പാനിലേക്ക് മീഡിയമായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു നുള്ള് നമുക്ക് ആ ബൂന്തിയുടെ മാവിനൊന്ന് ഇട്ട് കൊടുക്കാം. അത് മേലേക്ക് പൊന്തി വന്ന കറക്റ്റായിട്ടുള്ള ചൂടാണ്. നമുക്ക് ഈ ബൂന്തി ചുട്ടെടുക്കാം. ഒരു അരിപ്പയിലേക്ക് അല്ലെങ്കിൽ ആ ഓട്ടമായിട്ടുള്ള കരണ്ടിയിലേക്ക് മാവിനൊന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബൂന്തിനെ ഒന്ന് ചുട്ടെടുക്കുന്നതാണ്. വീതി കൂടുതലുള്ള കടായി ആണെങ്കിൽ നമുക്ക് ബൂന്തിയുടെ ഒറ്റ ലെയറിൽ ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടില്ല, നല്ല മണിമണിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമുക്ക് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നന്നായിട്ട് ആ ബൂന്തി പാകൊക്കെ നന്നായിട്ടൊന്ന് കുടിക്കുമ്പോൾ പാകത്തിന് ചൂടാവുമ്പോൾ ഒന്ന് ചൂടൊക്കെ പാകത്തിനാവുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. താങ്ക് യു.